നമസ്കാരം. ഇപ്പൊ ഫിലിം ഇൻഡസ്ട്രിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഇപ്പൊ കുറെ വെളിപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോ നടികളും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അതിന്റെ കഥ പറയാൻ തിരക്കഥാകൃത്തൊക്കെ ആയിക്കോട്ടെ, എല്ലാവരും ഇപ്പോ നിലവില് ഈ ഒരു വിഷയത്തോട് സംബന്ധിച്ച് എല്ലാവരും മുന്നിട്ട് വന്നിരിക്കുകയാണ്. കാരണം അവിടെ ഉണ്ടായ ഓരോരോ അവർക്കുണ്ടായ ദുരനുഭവങ്ങളെല്ലാം പങ്കുവെച്ചിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോ ചലച്ചിത്ര അക്കാദമിന്റെ തലപ്പത്തിരിക്കുന്ന രഞ്ജിത്ത്, സംവിധായകനും നടനുമായിട്ടുള്ള രഞ്ജിത്തിനെതിരെ പാലേരി മാണിക്യം എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ഒരു പടമായിട്ട് ബന്ധപ്പെട്ട് അതിലുണ്ടായ ഒരു ബംഗാളി നടിക്ക് അതുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ ലൈംഗികപരമായിട്ടുള്ള ഒരു സംസാരവും ഇതിലോട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംസാരവും എല്ലാം ഈ പറഞ്ഞ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ, നടനുമായ രഞ്ജിത്ത് എന്ന് പറഞ്ഞ നടന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറഞ്ഞിട്ട് ഗുരുതര ആരോപണം ബംഗാളി നടി ഉന്നയിക്കുണ്ടായി. അതിനുശേഷം ഇപ്പൊ ഭയങ്കര ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിന്ന് നിലവില് പുറത്തു പോകണം, നിങ്ങൾ ഇതിന്ന് രാജിവെക്കണം, ഈ പറഞ്ഞ ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ ലെവലിൽ അതെല്ലാം രാജിവെക്കണം, അന്വേഷണമായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിൽ ഭയങ്കര ചർച്ചയും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇതിന്റെ ആരും തന്നെ ഇതിനെ കുറിച്ച് വലുതായിട്ടൊന്നും പ്രതികരിക്കാതെ നിന്നില്ല. കാരണം എല്ലാം ഇങ്ങനെ ഉണ്ടായി, ഇന്ന സാധനം ഉണ്ടായി, അവിടെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഇവിടെ ഇങ്ങനെ അനുഭവം ഉണ്ടായി, അതിന് തട്ടി വിളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഈ പറയുന്നതിന്റെ പശ്ചാത്തലത്തിൽ അതാരാണ്, ഏത് നടിക്കാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ് എന്നുള്ളൊരു ഒരു കറക്റ്റ് ഇത് എവിടെയില്ല, ആരും തന്നെ പറഞ്ഞില്ല. പക്ഷെ ഇപ്പോ കുറച്ച് നടികള് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ കുറെ പേര് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും തുറന്നു പറയാനുള്ളൊരു മനസ്സ് വന്നിട്ടുണ്ട്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തിരിക്കാനുണ്ടായതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ ഒരു അനുഭവത്തിനെ കുറിച്ച് പങ്കുവെക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാർ പല നടന്മാരിനെ കുറിച്ചും ഇതേപോലെയുള്ള ഒരു ഇഷ്യൂ നിലവിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ സുധീഷ് പെടും, മാമുക്കോയ, നമ്മുടെ സിദ്ദിഖ്, ഇങ്ങനെയുള്ള ആൾക്കാരിനെയൊക്കെ പേര് പറഞ്ഞിട്ടാണ് ഇപ്പൊ നിലവിൽ ഇതേപോലെയുള്ള ഒരു ആരോപണങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും പറയുന്നത് തെറ്റ് ചെയ്തവൻ ആരായാലും അവൻ ശിക്ഷ അനുഭവിക്കണം. അതിപ്പോ ഏത് വലിയ നടനായാലും ഏത് ചെറിയ തട്ടി നിൽക്കുന്ന ആളായാലും തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ സിദ്ദിഖ് എന്ന് പറഞ്ഞ നടനുമായിട്ട് 2019 ഉണ്ടായ ഒരു അനുഭവം പങ്കുവെച്ച് അതിന്റെ ഒരു തുടർ നടപടിയായിട്ടുള്ള ഒരു നടി, സഹനടിയായിട്ട് അഭിനയിച്ച ഒരു സഹനടി, അത് ഏതൊരു പടത്തിന്റെ ഒരു ഓഡീഷന് സംബന്ധമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു ദുരനുഭവമാണ് പുള്ളിക്കാരി പങ്കുവെച്ചത്. ഇപ്പൊ അതിന് മേൽ ഭയങ്കര സമ്മർദ്ദമുള്ളതും. അപ്പൊ ആ ന്യൂസ് നമുക്ക് ഇവിടെ താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണവുമായി നടി രേവതി സമ്പത്ത്. സിദ്ദിഖ് ശാരീരികമായി പീഡിപ്പിച്ചു. വളരെ ചെറിയ പ്രായത്തിലാണ് ഈ ദുരനുഭവം തനിക്കുണ്ടായത്. പീഡനമുണ്ടായത് തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി. തനിക്ക് മാത്രമല്ല തന്റെ സുഹൃത്തുക്കൾക്കും ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും രേവതി സമ്പത്ത് പറഞ്ഞു. വാക്കുകളിലേക്ക്. തുടക്കത്തിൽ അത് ഒരു ഡിസ്കഷൻ അദ്ദേഹം അന്ന് മെൻഷൻ ചെയ്തൊരു മൂവി സത്യം പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഒരു തമിഴ് മൂവി എന്നുള്ള രീതിയിലാണ്. അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം ആണ് ഇതിലൊരു സഡൻ അറ്റാക്ക് ഉണ്ടാകുന്നത്. ഞാൻ ഭയങ്കരമായിട്ടൊക്കെ ട്രാപ്ഡ് ആണ്. ഞാൻ അവിടെ എല്ലാവരും അറിഞ്ഞ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. അവിടെ അന്ന് ആ ഹോട്ടലിൽ നിന്ന് പലർക്കും ഇതറിയാം, അവിടെ ഒരു റെഗുലർ പ്രോസസ്സിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട്. അന്നത്തെ പല ഇമേജസും എനിക്ക് പിന്നീട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റിൽ. അപ്പം അത് സംഭവിച്ചതെല്ലാം തന്നെ അവിടെ പലർക്കും അറിയാം. ഇതൊരു റെഗുലർ പ്രോസസ്സ് ആണ് എന്നുള്ളത് എനിക്ക് അവിടുന്ന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അറ്റാക്ക് സംഭവിക്കുന്നത്. ഈ അറ്റാക്ക് സംഭവിച്ചതിന് ശേഷവും അയാൾ ഒരു ഉളുപ്പില്ലാണ്ട് എൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ചോറും തൈരും മീൻകറിയും കൂട്ടിക്കഴിച്ച ഒരു മനുഷ്യനാണ്. ഞാനിത് പറയുന്നത് ഇത് ഏതൊക്കെ രീതിയിൽ വന്നാലും എനിക്കൊരു ചുക്കും ഇല്ല എന്നുള്ളതാണ്. ബിക്കോസ് എനിക്കൊന്നും ലൂസ് ചെയ്യാനില്ല. അതിൽ പോലും ഒരു സെക്ഷൽ ഫ്ലേവർ കലർത്തി അയാൾ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് വൈരുദ്ധ്യ ആഹാരങ്ങൾ, അങ്ങനെ എന്തോ ഒരു വാക്ക്, അങ്ങനത്തെ ഉള്ള ആഹാരങ്ങളാണ് എനിക്കിഷ്ടം എന്നുള്ള രീതിയിൽ അയാൾ സംസാരിച്ച് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തു പോയ ഒരാളാണ്. ഹി ജസ്റ്റ് ലോക്ക്ഡ് മീ. അന്ന് ന്യൂസ് ചാനൽസ് ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സിദ്ദിഖ് ഡയറക്റ്റായിട്ട് സിദ്ദിഖിന്റെ റെസ്പോൺസ് തന്നെ എനിക്ക് ഭയങ്കര നോൺസെൻസും അതിനൊക്കെ അപ്പുറത്ത് എനിക്ക് ചിരി വന്നൊരു റെസ്പോൺസാണ്. അയാൾ പറഞ്ഞത് പിന്നെ ആ കുട്ടിയെ എനിക്കറിയാം, ആ കുട്ടിയെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിരുന്നു, പക്ഷേ സംവെയർ ലൈക്ക് ഇതാണ് ഉണ്ടായത്. ഒരു പടവുമായിട്ട് ബന്ധപ്പെട്ട അവിടെ ഓഡീഷൻ കാര്യങ്ങൾക്ക് വേണ്ടി പോയ സമയത്ത് ഉണ്ടായ ദുരനുഭവവും എല്ലാം പങ്കുവെക്കുന്നത്. ഇത് ഞാൻ പറയട്ടെ, ഇപ്പോഴും ഞാൻ പറയണ ഒരു ആരോപണമാണ്. ഇതെല്ലാം തെളിയിക്കണം.
തെളിയിച്ചതിന് ശേഷം അവർക്ക് അവരുടേതായ തക്കതായ ശിക്ഷ കൊടുക്കണം. അതിപ്പോ തെറ്റ് ആരുടെ ഭാഗത്താണെങ്കിലും. ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പെൺകുട്ടിക്കെതിരെയും അത് ജെന്യൂൻ ആയിട്ടുള്ളതാണെങ്കിൽ ആ സിദ്ദിഖിനെതിരെയും നടപടി എടുക്കണം തന്നെ പറയുന്നത്. സിദ്ദിഖെന്ന് മാത്രമല്ല, ഇങ്ങനെ ചെയ്യുന്ന ഓരോരുത്തർക്കും അതിൻ്റെതായ നടപടി എടുക്കണം തന്നെയാണ് ഞാൻ പേഴ്സണലി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ അതിന്റെ ലെവലിൽ ഇപ്പൊ പുള്ളിക്കാരൻ രാജിവെച്ചിരിക്കുകയാണ്. അമ്മ ജനറൽ സെക്രട്ടറിയിൽ നിന്നും സിദ്ദിഖ് രാജിവെച്ചിരിക്കുകയാണ്. ആരോപണ വിധേയനാണ് ഇപ്പോൾ. അപ്പൊ ആരോപണ വിധേയനായി നിൽക്കുന്ന സമയത്ത് ആ സ്ഥാനത്ത് തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. രാജിവെച്ചിട്ട് അന്വേഷണത്തെ നേരിടണം. കാരണം ഇത് ചെറു പ്രായത്തിൽ 2019 നടന്ന ഒരു ഇഷ്യൂ ആണ്. 2019 പുള്ളിക്കാർ പഠിക്കുന്ന സമയത്ത് പറയുമ്പോൾ ചിലപ്പോൾ പ്രായപൂർത്തി ആയിട്ടുണ്ടാവില്ല. അപ്പൊ കേസ് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. അത് ജെന്യൂൻ ആണെങ്കിൽ അടപടലം മൂഞ്ചും. കാരണം ഇതൊരു സിനിമ ഇൻഡസ്ട്രിയില് ഇവരുടെ എല്ലാം ഓരോരോ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചാൻസ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഇവരാരും പുറത്തു പറയാത്ത ഒരു ഇഷ്യൂ ഉണ്ട്. ചിലവർ അവിടെ നിന്ന് സ്പോട്ടില്ലാതെ പ്രതികരിക്കുന്നവരുണ്ട്. അങ്ങനെ സഹകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നവരുണ്ട്. ചിലപ്പോൾ അത് ഭയങ്കര രീതിയിൽ പേഴ്സണലി മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഇതായിട്ട് മാറുന്നുണ്ട്. ഇപ്പൊ നിലവിൽ എല്ലാവരും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും പറയണം, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പറയണം. കാരണം ചാൻസ് നഷ്ടപ്പെടുകയല്ല. കാരണം ഇങ്ങനെയുള്ളവന്മാരുടെ തനി നിറം കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇനിയും ഈ മടിച്ചു നിൽക്കുന്നവര് ഇതേപോലെയുള്ള ഇതൊക്കെ നിലവിൽ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനിയും ആൾക്കാരുണ്ട് ഇതൊന്നും ദുരനുഭവങ്ങളൊന്നും പറയാൻ മടിച്ചു നിൽക്കുന്നവർ, ഇപ്പൊ ഫീൽഡിലുള്ളവരായാലും അല്ലാത്തവരായാലും. അപ്പോ സിദ്ദിഖ് രാജിവെച്ചു എന്നുള്ള ന്യൂസ് ഞാൻ ഇവിടെ വയ്ക്കാം. ുള്ള ചില പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വാർത്തയും വരുന്നത്. ഔദ്യോഗിക ഭാരവാഹി സ്ഥാനത്ത് നിന്ന്, ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന്, AMMAയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോഹൻലാലിന് അദ്ദേഹം 2 വരി കത്ത് അയച്ചിരിക്കുന്നു. ഈ ഭാരവാഹി സ്ഥാനത്ത് നിന്ന് താൻ ഒഴിയുകയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ കത്തിൽ എന്തായാലും മോഹൻലാലിന് കൈമാറിയ കത്തിൽ അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിയമ നടപടികളുമായി അല്ലെങ്കിൽ ഈ വിഷയത്തെ നിയമപരമായി നേരിടാൻ തന്നെയാണ് ഒരുങ്ങുന്നത് എന്നുള്ളൊരു കാര്യം കൂടി സിദ്ദിഖുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് മാറി നിൽക്കാൻ ഒരുപക്ഷെ ഇന്നലെ രാത്രി തന്നെ ഈ കത്ത് കൈമാറിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് ഔദ്യോഗികമായി അത് സ്ഥിരീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നലെ അമ്മയുടെ ഔദ്യോഗിക അവൈലബിൾ ആയിട്ടുള്ള ഭാരവാഹികളുടെ ഒരു അനൌദ്യോഗിക കൂടിക്കാഴ്ച നടന്നിരുന്നു. അതിൽ രൂപപ്പെട്ട ഒരു തീരുമാനമാണ് ഈ ആരോപണം വന്ന സ്ഥിതിക്ക് ഇനി ഈ സ്ഥാനത്ത് തുടരേണ്ടതില്ല, തൽക്കാലം രാജിവെക്കുന്നു. ഈ ആരോപണത്തെ നിയമപരമായി നേരിടാൻ എന്തായാലും അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തീരുമാനം അറിയിച്ചതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ഔദ്യോഗിക പ്രതികരണത്തിലേക്ക് എന്തായാലും അദ്ദേഹം കടന്നേക്കില്ല എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആരോപണം വന്ന സ്ഥിതിക്ക് അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഒരുപക്ഷെ കടുത്ത പ്രതിസന്ധിയിലൂടെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അല്ലെങ്കിൽ വിമർശനങ്ങൾക്കൊടുവിൽ ഔദ്യോഗികമായി തന്നെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് സിദ്ദിഖ് തന്നെ ഭാരവാഹി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള വിഷയങ്ങൾ വന്നാലും ആർക്കെതിരെ പരാതി കിട്ടിയാലും അവരെ അമ്മ സംരക്ഷിക്കില്ല, അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു. തുടർ നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ സംഘടന എന്നുള്ള നിലയ്ക്ക് പിന്തുണ നൽകുകയും ചെയ്യുമെന്നുള്ള കാര്യമൊക്കെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തതാണ്. എന്തായാലും ഇപ്പോൾ ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ രാജി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. എന്തായാലും ഓക്കെ, അപ്പോ പുള്ളിക്കാരൻ ഔദ്യോഗികമായിട്ട് രാജിവെച്ചിരിക്കുകയാണ്. അന്വേഷണത്തിനായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ഇതിനോട് താല്പര്യമുള്ളത്. അതേവേത് ഞാൻ പറയുന്നത്, ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ ഈ ഒരു ചാൻസിന് വേണ്ടി പോകുമ്പോഴും ഇതെല്ലാം പോകുമ്പോഴും ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ ആ പറയുന്നവൻ ആരാണ് അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. കാരണം ഒരു ഫിലിം ഇൻഡസ്ട്രീനെ മൊത്തത്തിൽ എത്ര പേരാണ്, എത്ര ആയിരക്കണക്കിന് ആൾക്കാരാണ് അതിൽ ജോലി എടുക്കുന്നത്, അതിലെ അംഗത്തുള്ളവർ എല്ലാവരും അതിനകത്തുള്ളത്. ഇതിനെ എല്ലാവരെയും ബാധിക്കുന്ന തരത്തിലാണ് ഇത് മൊത്തം പോകുന്നത്. ഇപ്പൊ നോക്കുമ്പോൾ എന്താ പറയാ, ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ പ്രശ്നം. അപ്പൊ നോക്കുമ്പോൾ അതിലെല്ലാവരും പെടും, നല്ല രീതിയിൽ പോകുന്നതും പെടും, ഇങ്ങനെ ചെയ്യുന്നവരും പെടും, എല്ലാവരും അതിനകത്ത് പെടണം. അതുകൊണ്ട് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടെങ്കിൽ സ്പോട്ടിൽ ചാൻസ്, അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. സ്പോട്ടിൽ ഇതിങ്ങനെയാണെന്നുള്ള കാര്യം പറയാം. അപ്പോഴാണ് ഇങ്ങനെയുള്ള സാധനത്തിന് ഉന്മൂലനം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ ആ ഒരു ഇതും നിലവിൽ അതിനകത്തുണ്ട്. അങ്ങനെ വരുന്ന സമയത്തും ഇത് ഒരു നിയമപരമായിട്ടാണ് അല്ലെങ്കിൽ ഇത് ഒറിജിനൽ ആയിട്ടുള്ള കാര്യം തന്നെയാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് അതിൽ പോവുക. അല്ലാത്ത പക്ഷം ഇത് ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ നിയമ നടപടിയിലേക്ക് പോവുക. അപ്പൊ സിദ്ദിഖിന്റെ പ്രതികരണം ഇങ്ങനെയാണ്.
സിദ്ദിഖ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് നമുക്കൊപ്പം. ശ്രീ സിദ്ദിഖ്, കേൾക്കാമോ എന്നെ? കേൾക്കാം. താങ്കൾ രാജിവെച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതെ, ഞാൻ ഔദ്യോഗികമായിട്ടുള്ള രാജീവ് മോഹൻലാലിനെ അറിയിച്ചിട്ടുണ്ട്, പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട്. താങ്കൾക്കെതിരെ ഇന്നലെ ഒരു നടി ഒരു പരസ്യമായ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ആ പശ്ചാത്തലത്തിൽ തന്നെയാണോ രാജി? അതെ, എനിക്കെതിരെ വന്ന ആരോപണങ്ങൾ അത്രയും വരുമ്പോൾ ഞാൻ പിന്നെ ഔദ്യോഗികമായിട്ട് അവിടെ തുടരേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ സ്വമേധയാ രാജിവെച്ചതാണ്. ആ സംഭവത്തെക്കുറിച്ച് ഒരു ആരോപണ വിധേയൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? ഇപ്പൊ അതിനെപ്പറ്റി കൂടുതലൊന്നും വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഔദ്യോഗികമായ രാജി മാത്രം നിങ്ങളെ അറിയിക്കുന്നു. താങ്ക്സ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു കാര്യം. കാരണം പലതരത്തിലുള്ള പല ആൾക്കാർ ഇതിനെക്കുറിച്ച് സപ്പോർട്ടീവായിട്ടും നെഗറ്റീവായിട്ടും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ദുരനുഭവം നേരിട്ടത് ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് അതൊരു ഫെയിമിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആൾക്കാരുടെ ശ്രദ്ധ കുറച്ചും കൂടി പിടിച്ചു പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഫീൽഡിലും ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്ന സമയത്ത് കുറച്ചും കൂടി ആളുകളിലോട്ട് എത്തുന്ന ഒരു മാധ്യമമായതുകൊണ്ട് മാത്രം ഈ ഒരു ഇഷ്യൂ എല്ലാം ഇപ്പൊ നിലവിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും അനുഭവങ്ങളുള്ള പക്ഷെ ഇപ്പൊ ഉള്ള നടിമാരും സഹനടിമാരും എല്ലാം വരുന്നത് നമ്മളാരും സിനിമയിലൊന്നും കണ്ടിട്ടില്ല. ഇവരൊക്കെ തുടക്കത്തിൽ ഇങ്ങനെ അനുഭവം തുറന്നു പറഞ്ഞപ്പോൾ അവർ ഒതുക്കി പോയതായിരിക്കാം. ഇതിന് ശേഷമൊന്നും നമ്മൾ നിലവിൽ കണ്ടിട്ടില്ല. ഇപ്പോഴുള്ള ആൾക്കാർക്ക് നിലവിൽ അങ്ങനെ അനുഭവം ഉണ്ടതായിട്ട് ആരും തന്നെ വെളിപ്പെടുത്തുന്നില്ല. എന്തായാലും ഇങ്ങനെ ഉണ്ടാകുന്നതൊക്കെ ഭയങ്കര ദൗർഭാഗ്യമാണ്. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഇനിയും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ തുറന്നും പറയാൻ മടിക്കാതെ മുന്നോട്ട് വരണം എല്ലാ സ്ത്രീകളും എന്നേ പറയാനുള്ളൂ. എന്തായാലും തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കട്ടെ.